സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിച്ചിരിക്കുന്നു. എന്നാൽ കണ്ടുകളയാം 2.5 മണിക്കൂർ സമയം. അല്ലെങ്കിൽ ശ്രീനിവാസന്റെ ഇളയ മകൻ അഭിനയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു 3 മണിക്കൂർ അതിന് കളഞ്ഞേക്കാം. എന്നൊന്നും പറഞ്ഞ് കളയാൻ ആരുടെയും സമയമില്ല. അശ്വന്ത് ഗോക്കിൻ്റെ പറഞ്ഞ് കേട്ട് മാത്രമാണ് ആൾക്കാർ സിനിമ നല്ലല്ലോ. അപ്പോൾ ഒരു പടം മോശമായാൽ ആ പടത്തിന് ഓർഗാനിക്കലി ഒരു വളർച്ച ഉണ്ടാകത്തില്ല, ആ പടം നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരെ വെച്ച് കൊള്ളാവുന്ന പടം എടുത്താൽ ആ പടം ഇപ്പോഴും ഓടുന്നുണ്ട്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ലോകത്ത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇരുന്നിട്ട് മനുഷ്യന്മാർ വീട്ടിലിരുന്ന് ലോകം മൊത്തമുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ സിനിമാ ട്രെൻഡും കണ്ടു കഴിഞ്ഞു. സിനിമ എന്താണെന്ന് ആൾക്കാർക്കറിയാം. ലോകത്തെ മുഴുവൻ സിനിമകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്. അവരുടെ അടുത്ത് ഈ ചപ്പടാച്ചി പരിപാടി കൊണ്ട് വന്നിട്ട് ഇത് കണ്ടോളൂ, അത് അശ്വന്ത് ഗോക്ക് പറഞ്ഞുകൊണ്ടാണ് കാണാത്തത് എന്നൊക്കെ പറയുക. അയാൾ എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അയാൾ 1 ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ള നുണ പറയുക. ഇതൊന്നും നല്ല മാർഗം. നല്ല സിനിമ ഉണ്ടാക്കുക, നല്ല സിനിമ ഉണ്ടാക്കിയാൽ കാണാൻ ഇവിടെ ആൾക്കാർ ഏത് നല്ല സിനിമയാണ് റിവ്യൂ കൊണ്ട് ആൾക്കാർ കാണാത്തത്? അങ്ങനെയുണ്ടോ? റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ നല്ലൊരു സിനിമ ആൾക്കാർ കാണാതെ പോയിട്ടുണ്ടോ? അല്ല, ശരിക്കും നമ്മൾ ഈ ഫിലിം ചാമ്പറുകാരെയല്ല ഓടിക്കേണ്ടത്. ഇതിനൊരു വലിയ റിവ്യൂവിനെ എന്തോ വലിയ സാമൂഹിക പ്രശ്നമായിട്ട് അവരെ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെ ഒന്നും വിമർശിക്കാൻ പാടില്ല എന്ന് കൈവെക്കാൻ പറയാനേ പറ്റുള്ളൂ. താരങ്ങൾ ഉണ്ടായത് കൊണ്ട് ഒരു സിനിമ വിജയിക്കൊന്നുമില്ല. അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച പേട്രിയറ്റ് പൊളിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മോഹിനിയാട്ടം അങ്ങനെ ഒരു സിനിമയാണോ? താരങ്ങളുടെ ആധിക്യമുള്ള സിനിമയൊന്നുമില്ല, പക്ഷെ മോഹിനിയാട്ടം വിജയിച്ചില്ലേ? അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം. പിന്നെ നിയമ നടപടി ഇൻസ്റ്റാഗ്രാം താരങ്ങൾ മാത്രം അഭിനയിച്ച പടം വാഴ. അതേസമയം ലോകത്തുള്ള താരങ്ങൾ മുഴുവൻ അഭിനയിച്ച പടമാണ് പേട്രിയറ്റ്. രണ്ടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കിയാൽ ആൾക്കാർ അങ്ങനെ മുൻവിധിയോടെ വന്ന് സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിച്ചിരിക്കുന്നു. എന്നാൽ കണ്ടുകളയാം 2.5 മണിക്കൂർ സമയം. അല്ലെങ്കിൽ ശ്രീനിവാസന്റെ ഇളയ മകൻ അഭിനയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു 3 മണിക്കൂർ അതിന് കളഞ്ഞേക്കാം. എന്നൊന്നും പറഞ്ഞ് കളയാൻ ആരുടെയും സമയമില്ല. നല്ല പ്രോഡക്റ്റ് നിങ്ങൾ ആരെ വെച്ച് ഉണ്ടാക്കുക, ആ പടം ഓടും. അല്ലെങ്കിൽ ഒന്നും ഓടാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ എന്ത് വിളമ്പിയാലും തിന്നാൻ ഞങ്ങളില്ല. അതാണ് അത്രേ ഉള്ളൂ. ആളുകൾ പ്രോഡക്റ്റ് മനസ്സിലാക്കിയിട്ടേ ചെയ്യും. എന്ത് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ അതാണ്. സിനിമയിലും അതുണ്ടാവും.